AI എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലോട്ട് ഓടി വരുന്നതെന്താ? ചിലപ്പോൾ സിനിമയിലെ വലിയ റോബോട്ടുകളായിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന കമ്പ്യൂട്ടറുകൾ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള ഐഡിയ എന്താണെന്ന് എപ്പോഴേലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതാണ് ഇന്റലിജന്റ് ഏജന്റ്. ഇന്ന് നമ്മൾ AIയുടെ ഈ ഒരു അടിസ്ഥാന ശിലയെക്കുറിച്ചാണ് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കതേ ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു മെഷീൻ അതെങ്ങനെയാണ് അതിൻ്റെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കിയിട്ട് ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ അതിനെങ്ങനെ മനസ്സിലാവുന്നത്? തറയിൽ അഴുക്കുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ മുന്നോട്ട് പോയാലും മതിയെന്ന്. ആ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടല്ലോ, അതാണ് ഈ ഇന്റലിജന്റ് ഏജന്റുമാരുടെ ലോകത്തേക്കുള്ള താക്കോൽ. ഈ നിർവചനം കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടെക്നിക്കലായിട്ട് തോന്നാം. പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. ചുറ്റുമുള്ള ലോകത്തെ അറിയാൻ ഒരു ഏജന്റിന് എന്തെങ്കിലും വേണമല്ലോ. അതിനെയാണ് നമ്മൾ സെൻസറുകൾ എന്ന് പറയുന്നത്. അതൊരു ക്യാമറയാവാം, മൈക്രോഫോൺ ആവാം, എന്തിന് ഒരു തെർമോമീറ്റർ വരെ ആവാം. നമുക്ക് കണ്ണ്, കാത്, തൊലിയൊക്കെയുള്ള പോലെ. ഇനി ഈ കിട്ടിയ വിവരം വെച്ച് എന്തെങ്കിലും ചെയ്യേണ്ടേ? അതിനുള്ള ടൂൾസാണ് ആക്ച്വേറ്ററുകൾ. അതായത് ഒരു റോബോട്ടിൻ്റെ കൈകളോ ചക്രങ്ങളോ അല്ലെങ്കിൽ ഒരു സ്പീക്കറോ ഒക്കെ പോലെ. അപ്പോൾ ചുരുക്കത്തിലെന്താ? സെൻസർ വെച്ച് ലോകത്തെ അറിയുന്നു, ആക്ച്വേറ്റർ വെച്ച് ഒരു പണി ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം ഒരു ലൂപ്പ് പോലെയാണ്. സ്റ്റെപ്പ് 1 പെർസെപ്ഷൻ, അതായത് ചുറ്റുപാടിൽ നിന്ന് സെൻസറുകൾ വഴി വിവരമെടുക്കുന്നു. സ്റ്റെപ്പ് 2 ആക്ഷൻ, ആ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്ച്വേറ്റർ വെച്ച് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു. മനസ്സിലാക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈ ഒരു സൈക്കിളാണ് ശരിക്കും എല്ലാ ഇന്റലിജന്റ് ഏജന്റുമാരുടെയും ഹൃദയമെന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം കേട്ടോ, എല്ലാ ഏജന്റുകളും ഒരുപോലെയല്ല. അവയുടെ ബുദ്ധിയിലും കഴിവിലുമൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഒരു ഓട്ടോമാറ്റിക് ഡോർ തുറക്കുന്ന സിമ്പിൾ ഏജന്റിന്റെ തലച്ചോറും ഒരു ചെസ്സ് കളിച്ച് നമ്മളെ തോൽപ്പിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ തലച്ചോറും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഏജന്റിന്റെയും ആർക്കിടെക്ചർ, അതായത് അതിൻ്റെ ഒരു ഡിസൈൻ, അത് ചെയ്യാൻ പോകുന്ന ജോലിയുടെ കോംപ്ലക്സിറ്റി അനുസരിച്ചായിരിക്കും ഉണ്ടാക്കുക. ഈ ഏജന്റുകളെ അവയുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് 4 തിരിക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ റിഫ്ലെക്സ് ഏജന്റുകൾ, പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ലോകത്തെക്കുറിച്ച് സ്വന്തമായൊരു ധാരണയുള്ള മോഡൽ ബേസ്ഡ് ഏജന്റുകൾ, ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഗോൾഡ് ബേസ്ഡ് ഏജന്റുകൾ, പിന്നെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഏതാണെന്ന് നോക്കി തിരഞ്ഞെടുക്കുന്ന യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റുകൾ. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളിൽ നിന്നാണ്. അതെ, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിമ്പിൾ റിഫ്ലെക്സ് ഏജന്റിനെയാണ്. അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു റിഫ്ലെക്സ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആലോചനയോ പ്ലാനിങ്ങോ ഒന്നും ഇതിനറിയില്ല. ഇതിന്റെ കളി മൊത്തം ഈ ഒരൊറ്റ റൂളിലാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നു, അപ്പോൾ ഇന്ന കാര്യം ചെയ്യണം. അതായത് ഐഫ് കണ്ടീഷൻ ദെൻ ആക്ഷൻ. ഇതാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ആകത്തുക. വളരെ സിമ്പിളാണ്, പക്ഷെ ചില കാര്യങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവുമാണ് ഈ റൂള്. ഈ ഏജന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന് ഓർമ്മശക്തി എന്നൊരു സംഭവമേ ഇല്ല. അതിന് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് മുൻപ് എന്ത് കണ്ടു, എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും അതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരേ സാഹചര്യം 1000 തവണ മുന്നിൽ വന്നാലും അതൊരേ പ്രവൃത്തി തന്നെ ഒരു മടിയുമില്ലാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓർമ്മയില്ലാത്ത ആശയം ഒന്നുകൂടെ ക്ലിയറാക്കാൻ നമുക്ക് നമ്മുടെ പഴയ കൂട്ടുകാരനായ റോബോട്ടിക് വാക്യൂം ക്ലീനറിനെ ഒന്നുകൂടെ വിളിക്കാം. ഇതിനൊരു സിമ്പിൾ റിഫ്ലെക്സ് ഏജന്റായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അപ്പോൾ അതിന്റെ തലച്ചോറിനകത്ത് ശരിക്കും എന്താ നടക്കുന്നത്? അതിന്റെ തീരുമാനങ്ങളൊക്കെ എത്ര സിമ്പിളാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. സംഭവം സിമ്പിളാണ്. അതിന്റെ സെൻസർ തറയിൽ അഴുക്ക് കാണുന്നു. അപ്പോൾ തന്നെ അതിന്റെ റൂൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് അഴുക്കുണ്ടെങ്കിൽ ദെൻ വലിച്ചെടുക്കണം. ഇനി അഴുക്കൊന്നുമില്ലെങ്കിലോ? അടുത്ത റൂൾ, ഇഫ് അഴുക്കില്ലെങ്കിൽ ദെൻ മുന്നോട്ട് പോകണം. ഇന്നലെ ക്ലീൻ ചെയ്തതാണെന്നോ 5 മിനിറ്റ് മുന്നേ ഇതേ സ്ഥലത്ത് വന്നതാണെന്നോ ഒന്നും ഇതിന് നോക്കേണ്ട കാര്യമില്ല. സാഹചര്യം കാണുന്നു, റൂൾ നോക്കുന്നു, പണി ചെയ്യുന്നു. അത്രയുള്ളൂ. ഇതുപോലത്തെ സിമ്പിൾ ജോലികൾക്ക് ഈ ഏജന്റ് വളരെ നല്ലതാണ്. പക്ഷേ ഈ IF10 നിയമങ്ങൾ മാത്രം വെച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുമോ? നമ്മുടെ വാക്യൂം ക്ലീനർ ഒരു കസേരയുടെ കാലിൻ്റെ ഇടയിൽ പെട്ടിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, പിന്നോട്ട് വരാനും പറ്റുന്നില്ല, ഒരേ സ്ഥലത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നാലോ? അവിടെയാണ് ഈ ലാളിത്യത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ? അതിന്റെ സിംപ്ലിസിറ്റിയും സ്പീഡുമാണ്. ഒരുപാട് ആലോചിച്ച് സമയം കളയണ്ട. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമോ? ഈ ഓർമ്മയില്ലായ്മ തന്നെ. അതുകൊണ്ട് ഒരേ അബദ്ധം വീണ്ടും വീണ്ടും പറ്റാം, അല്ലെങ്കിൽ ഒരു ലൂപ്പിലൊക്കെ പെട്ടുപോകാം. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലോകത്ത് ഓർമ്മയില്ലാതെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ലോകം എപ്പോഴും ഇത്ര സിമ്പിൾ അല്ലല്ലോ, അല്ലേ? അപ്പോൾ നിലവിലെ സാഹചര്യം മാത്രം നോക്കി തീരുമാനമെടുക്കുന്നതിന് പകരം പഴയ അനുഭവങ്ങളും ഭാവിയിലെ ലക്ഷ്യങ്ങളുമൊക്കെ ഒരു ഏജന്റിന് പരിഗണിക്കണമെങ്കിൽ എന്തു ചെയ്യും?
വെറുതെ ഐഫ് തെൻ മാത്രം പോരാതെ വരുമ്പോൾ ഒരു AI എങ്ങനെയാണ് ശരിക്കും ബുദ്ധിയുള്ളതായി മാറുന്നത്?